സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും അദാലത്ത് ഇന്ന് കുന്നത്തുനാട് താലൂക്കിലാണ്. എറണാകുളം ജില്ലയിൽ രാവിലെ 10 മണിക്ക് പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അദാലത്ത് ആരംഭിക്കും. അദാലത്തിൽ മന്ത്രിമാരായ പി രാജീവും പി പ്രസാദും പരാതികൾ പരിശോധിക്കും. അർച്ചന കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ അദാലത്തിന്റെ സമഗ്രമായ വിവരങ്ങളുമായി. അർച്ചന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. കുന്നത്തുനാട് താലൂക്കിലാണല്ലേ ഇന്നത്തെ കരുതലും കൈത്താങ്ങും അദാലത്ത് എറണാകുളം ജില്ലയിൽ. മന്ത്രിമാരായ പി രാജീവ്, പി പ്രസാദ് അടക്കമുള്ളവരൊക്കെ ഈ പങ്കെടുക്കുന്നു. അർച്ചന, ഈ അദാലത്ത് നടക്കുന്നതിൽ ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, അർച്ചനയ്ക്ക് അറിയാവുന്നതാണ്. അർച്ചന ഇപ്പോൾ ഒരുപാട് അദാലത്തുകൾക്കൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ നേരിട്ടിറങ്ങി വരുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. സർക്കാർ സംവിധാനങ്ങൾ അത്ര അടുത്താണ് എന്ന് ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന ചിന്താഗതി, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഒരു സർക്കാരിന്, അതിൻ്റെ മന്ത്രിമാർക്ക്, ഭരണ സംവിധാനത്തിന് അതിൽ പരം ഒരു നന്മ കിട്ടാനില്ല. അതിൽ തീർച്ചയായും മനു, സാധാരണക്കാരായ മനുഷ്യരുടെ കാലങ്ങളായുള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ട് അവർക്ക് ആശ്വാസമായി കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കരുതലും കൈത്താങ്ങും എന്ന അദാലത്ത് പുരോഗമിക്കുന്നത്. ഇന്ന് കൊച്ചി കുന്നത്തുനാട്ടിലാണ് രണ്ടാമത്തേതായിട്ടുള്ള അദാലത്ത് നടക്കുന്നത്. കുന്നത്തുനാട്ടിലെ പെരുമ്പാവൂരിലാണ്, പെരുമ്പാവൂർ ഗേൾസ് ഹൈസ്കൂളിലാണ് 10 മണി മുതൽ ഈ അദാലത്ത് ആരംഭിക്കുക. പ്രധാനമായും 152 പരാതികളാണ് ഇതുവരെ കൊച്ചിയിൽ ലഭിച്ചത്. അതിൽ 92 പരാതികൾ മാത്രമാണ് ഇനി പരിഹരിക്കാനുള്ളത്. അതായത് ലഭിച്ചതിൽ 119ഓളം പരാതികളും ഇത്തരത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞെന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ 200-ന് മുകളിലായിരുന്നു ഇത്തരത്തിൽ അദാലത്തുകൾ പരാതി ലഭിച്ചതെങ്കിൽ ഇപ്പോഴത് 200-ൽ കുറവ് വന്നിരിക്കുന്നത്. അതായത് 152ആയി കുറഞ്ഞിരിക്കുന്നു എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട മികവ് തന്നെയാണ്. കാരണം അത്തരത്തിൽ പരാതികൾ കുറയുന്നത് അത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമായി തന്നെയാണ് വിലയിരുത്തുന്നത്. എന്തായാലും ഇന്നത്തെ അദാലത്തിലും ഇത്തരത്തിൽ ജനങ്ങൾ നേരിട്ട് പ്രശ്നങ്ങൾ അറിയിക്കാൻ അവിടെ എത്തും. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഫോർട്ട് കൊച്ചിയിലായിരുന്നു അദാലത്ത് നടന്നതെങ്കിൽ അവിടെ 8ഓളം പേർക്കാണ് പട്ടയം കാലങ്ങളായി, അതായത് 42 വർഷത്തിലധികം ആയി പട്ടയം ലഭിക്കാത്ത 8 പേർക്ക് അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടലിലൂടെ പട്ടയം നൽകുകയും മറ്റ് പല പ്രശ്നങ്ങൾക്കും, അതായത് ഉടനടി പരിഹാരം കാണുന്ന രീതിയിലേക്ക് ഈ അദാലത്ത് മാറുകയാണ്. എന്ത് മന്ത്രി പി രാജീവിന്റെയും അതുപോലെ പി പ്രസാദിന്റെയും നേതൃത്വത്തിലാണ് കുന്നത്തുനാട് അദാലത്ത് നടക്കുക. ജനങ്ങൾക്ക് നേരിട്ട് പരാതി നൽകാനും അതുപോലെ ഓൺലൈനായി പരാതി സമർപ്പിക്കാനുമുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ പരാതികൾക്കും കൃത്യമായ പരിഹാരം ഉടനടി കാണുക, അല്ലാത്ത പരാതികൾ ഉടൻ തന്നെ മറ്റ് വകുപ്പുകൾക്ക് അയക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ അദാലത്തുകൾ പുരോഗമിക്കുന്നത്. പ്രധാനമായും ഈ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടും ഭൂമിയുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി മനുഷ്യരാണ് ഇത്തരത്തിൽ ഓരോ ദിവസവും അദാലത്ത് നടക്കുമ്പോൾ പലയിടങ്ങളിൽ നിന്നായി എത്തുന്നത്. ഇവർക്കെല്ലാം തന്നെ ആശ്വാസമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള അദാലത്തുകൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും മികച്ച രീതിയിൽ വിജയം കൈവരിച്ച മുന്നേറുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് കൊച്ചിയിൽ രണ്ടാമത്തേതാണ്. ജനുവരി 3 വരെയാണ് ഇത്തരത്തിൽ ഓരോ താലൂക്കുകളിലും അദാലത്ത് നടക്കുന്നത്. എന്തായാലും മികച്ച രീതിയിൽ, അതായത് ജനങ്ങളുടെ ഓരോ പ്രശ്നത്തിനും താങ്ങും തണലും സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നതാണ് ഈ അദാലത്തുകൾ. എന്തായാലും അതിന്ന് കുന്നത്തുനാട് 10 മണിക്ക് പെരുമ്പാവൂർ ഹൈസ്കൂളിൽ നടക്കും. മനു, ശരി, ഓക്കെ, താങ്ക് യു അർച്ചന. അർച്ചനയാണ് ഈ അദാലത്തിന്റെ, കുന്നത്തുനാട് അദാലത്തിന്റെ വിവരങ്ങൾ നമുക്ക് നൽകിയത്.